ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് ദിവസം 3 ഷോൾഡേഴ്സ് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ? അതായിരിക്കും നല്ലത്. നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് നല്ലൊരു ബോഡിയാണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള ഷോൾഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്ത് ഷോൾഡർ പ്രസ്സിലാണ്. ഷോൾഡർ പ്രസ്സിൽ മാക്സിമം വെയിറ്റ് ഇട്ട് 3 സെറ്റ് അടിക്കും. മാക്സിമം ലോഡ് ചെയ്തിട്ട് എപ്പോഴും വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. ഷോൾഡർ ഇഞ്ചുറീസൊക്കെ വന്നാൽ അത് റിക്കവറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. കൂടുതൽ വെയിറ്റ് ഇട്ട് കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബെൽറ്റെല്ലാം യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഫസ്റ്റ് ഒരു സെറ്റ് അടിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ അങ്ങനെ എന്താ പറയുക, ഈസി ആയിട്ട് ഞാൻ അടിച്ചു പോയി. പക്ഷേ രണ്ടാമത്തെ സെറ്റ് അടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡായി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുക, ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. നമ്മുടെ ഒരു മച്ചാനുണ്ട്, പുള്ളി ശ്രീലങ്കനാണ്. പുള്ളി മിക്കവാറും വന്നിട്ട് എന്നെ സ്പോട്ട് ചെയ്യുന്നതാണ്. പുള്ളി അടിപൊളി മനുഷ്യനാണ്. നല്ല എല്ലാത്തിനും പുള്ളി നല്ല സപ്പോർട്ടാണ്. ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ട്, നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടും. അത് പുറത്തെ രാജ്യങ്ങളിൽ ജിമ്മിൽ പോകുന്നവർക്കാണെങ്കിൽ ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ പല രാജ്യങ്ങളിലുള്ളവരെ പരിചയപ്പെടാൻ പറ്റും, പല കൺട്രീസിൽ. അങ്ങനെ ശ്രീലങ്കൻസ് ഉണ്ട്, അവിടെ മൊറോക്കൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഖത്തറികളുണ്ട്, ഈജിപ്ഷ്യൻസ് ഉണ്ട്, ലെബനീസ് ഉണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഫ്രണ്ട് പ്രസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത് ബാക്ക് പ്രസ്സാണ്. ബാക്ക് പ്രസ്സെല്ലാം ശ്രദ്ധിച്ച് വർക്കൗട്ട് ചെയ്യണം. അധികം വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്തില്ല ഞാൻ. ഓൾറെഡി എനിക്ക് ഫീൽ ചെയ്യുന്നത് ടയേർഡാണ്. ഞാൻ വിചാരിച്ചു നമ്മൾ കൂടുതൽ ചെയ്തിട്ട് പണി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഓവർലോഡ് എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം ഓവർലോഡ് എടുക്കുന്നുണ്ടെന്ന്. പക്ഷേ അത് കഴിഞ്ഞിട്ട് വേദന ഞാൻ തന്നെയാണല്ലോ സഹിക്കേണ്ടത് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയും നമ്മുടെ ശ്രീലങ്കൻ മച്ചാൻ, അദ്ദേഹത്തിൻ്റെ സ്പോട്ടിൻ്റെ കരങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ക്യാമറയിൽ ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്, അപ്പുറത്തൊരുത്തൻ നിന്ന് ലെഗിന് സ്കോട്ട് ചെയ്യുന്നുണ്ട്. അവനെയും കവർ ചെയ്തു. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ പിന്നീട് വീഡിയോ ഇടുന്ന് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇപ്പം ചിരി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ മാക്സിമം ലോഡ് കൊടുത്തിട്ടാണ് ഞാൻ അവസാനത്തെ സെറ്റ് ചെയ്യുന്നത്. റെപ്പ് അടിക്കണം എന്നുള്ള ഉദ്ദേശമായിരുന്നു എനിക്ക്. പക്ഷെ എനിക്കിതിൽ 11 സാധിച്ചു. 12ാമത്തെ അറ്റംപ്റ്റ് ഞാൻ ശ്രമിച്ചു, പക്ഷേ അതിൽ ഞാൻ ഫെയിലായി. മാക്സിമം ഞാൻ പൊക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. ഷോൾഡേഴ്സ് ശരിക്കും എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഷോൾഡർ പ്രസ്സുകളാണ്. അതുപോലെ ഡിപ്സ് ഷോൾഡർ പ്രസ്സുകൾ, ഇതിലെല്ലാം നമ്മുടെ ഷോൾഡേഴ്സ് നല്ല ഗ്രോത്ത് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ഷോൾഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിപ്സ് അടിപൊളി സാധനമാണ്, പ്രസ്സുകൾ അടിപൊളി സാധനമാണ്. പിന്നെ ഈ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും പല കോലത്തിൽ കിടന്ന ഷോൾഡേഴ്സിനെല്ലാം വർക്കൗട്ട് ചെയ്യുന്നത്. അതെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരെല്ലാം ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഷോൾഡേഴ്സ് എല്ലാം ഗ്രോത്ത് ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഷോൾഡർ പ്രസ്സുകൾ, അതുപോലെ
ലാറ്റർ റൈസസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അത്യാവശ്യം വെയിറ്റിൽ നമുക്ക് കറക്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ജിമ്മിനകത്ത് വന്നാൽ ഇവിടെ നമ്മൾ നമ്മുടെ മാക്സിമം എനർജിയാണ് എടുക്കേണ്ടത്. മാക്സിമം നമ്മുടെ ഔട്ട്പുട്ട് പുറത്തെടുക്കാൻ ശ്രമിക്കുക. നമ്പർ 1, ഞാൻ ജിമ്മിലേക്ക് വരാൻ കാരണം എൻ്റെ അമ്മയാണ്. ഒരു 18ാമത്തെ വയസ്സുള്ളപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് അമ്മേനോട് പറഞ്ഞു ജിമ്മിൽ പോയിട്ട് നല്ലതൊന്ന് തിന്നിട്ട് തടി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നവർ നിങ്ങൾ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെയാണ് നല്ല കാരണങ്ങളുള്ളത്. നിങ്ങളും ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് കമൻറ്റ് ചെയ്യേ. പലർക്കും പല കാരണങ്ങളുണ്ട്. തടി കുറയ്ക്കാൻ, തടി കൂട്ടാൻ, ബ്രേക്കപ്പ് ടീംസ്. ഈ വാരണായിരം കണ്ടിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആൾക്കാരുണ്ടാവുമോ? ചില സമയത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തീരെ മൂടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ജിമ്മിൽ വന്നാൽ നമുക്ക് അത് നമ്മുടെ മൈൻഡ് നമ്മുടെ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എടുക്കുന്നൊരു ട്രിക്കുണ്ട്. എൻ്റെ കൊളീഗ്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, നമ്മളെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ജീവിതത്തിൻ്റെ മുഖം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചൂടാ. ഫോർ എക്സാമ്പിൾ മാനേജർ, എപ്പോഴും ചൊറിയാനായിട്ടുള്ള മാനേജർ, അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹം നമ്മോട് പെരുമാറുന്നത് എങ്ങനെയാണ്, നമുക്ക് ഓരോ പണികൾ തരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചാൽ നല്ല മൂഡായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ലാറ്റർ റൈസാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ബിഗിനേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വർക്കൗട്ടാണ്. കാരണം എനിക്കൊരു പ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ വലത്തെ കൈയിലെ ലിഗ്മെൻറ്റിന് എനിക്ക് പണി കിട്ടിയിരുന്നു. ലിഗ്മെൻറ്റ് പണിയായിട്ട് ഏകദേശം ഒരു 4 മാസത്തോളം ആ വേദന ശരിക്ക് പോകാതെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെയിറ്റ് വളരെ കുറച്ച് വർക്കൗട്ട് ചെയ്ത് അത്യാവശ്യം റെസ്റ്റെല്ലാം കൊടുത്തിട്ടാണ് അതൊന്ന് ശരിയായിട്ട് വന്നത്. ഈ വർക്കൗട്ട് മാത്രമല്ല, ഏത് വർക്കൗട്ട് ചെയ്താലും ശ്രദ്ധിക്കുക. ഈ വീഡിയോ എടുക്കുന്നതൊന്നും കറക്റ്റ് അല്ലെന്ന് എനിക്കറിയാം. ബിക്കോസ് എൻ്റെ കൂടെ ക്യാമറ പിടിച്ചെടുക്കാൻ ആളുകളൊന്നുമില്ല. എനിക്ക് കറക്റ്റ് വീഡിയോ പിടിക്കാനും എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്യാമറ പ്ലേസ് ചെയ്ത് വയ്ക്കുന്നതാണ്. എൻ്റെ ഫ്രെയിമിൽ വേറെ പല ആളുകളുണ്ടാവും. ഉണ്ടല്ലേ, ബാക്കിലൊരു ചേട്ടനെ നമ്മുടെ കോച്ച് ആപ്സിന് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ അനുകരിക്കാതെ കോച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് കറക്റ്റ് ആ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ഒന്ന് പോസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അത്യാവശ്യം പമ്പിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല കറക്റ്റ് പമ്പിങ്ങിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു മൂഡ് അതൊരു വേറെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ട് റൈസ് ഡബിൾ ഹാൻഡാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ലിഗ്മെൻറ്റ് പണി കിട്ടിയതിന് ശേഷം ഞാനങ്ങനെ സിംഗിൾ ആം ചെയ്യാറില്ല. ലോ വെയ്റ്റിൽ ഫ്രണ്ട് റൈസ് അങ്ങനെ വർക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ ചില വർക്കൗട്ടുകളിൽ ഞാൻ വെയിറ്റ് കൂട്ടാറില്ല. ഇപ്പം അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ബൾക്കിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കാർബ് ശരിക്ക് ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
നിൽക്കണം, എന്നാലേ കാണും. വീഡിയോ എടുക്കുന്നതിൽ അപാകതകളെല്ലാം മിസ്റ്റേക്സ് ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. മിസ്റ്റേക്സ് എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. ഈ എക്സസൈസ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ്. ഫുൾ ഓവർ നമ്മുടെ ഡെൽറ്റോയിഡ്സിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നീ എന്തിനാണ് ഇങ്ങനെ മെനക്കെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെയിലി എവിടെ ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുമ്പോഴൊരു ജിമ്മിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രശ്നം, പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളിലൊന്നും അങ്ങനെ പങ്കെടുക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. കാരണം വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ ജിമ്മ് മിസ് ചെയ്യാൻ ഞാൻ ഈവനിങ് ആണ് വർക്കൗട്ടിന് പോകാറുള്ളത്. അവസാനമായി ശ്രദ്ധടിക്കാം. ഞാൻ മാക്സിമം വെയിറ്റ് ലോഡ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കാറാണ്. നമ്മുടെ ഷോൾഡേഴ്സ് കൊണ്ട് മാത്രം മാക്സിമം അത് വലിച്ചു പൊക്കാൻ ശ്രമിക്കുക. ഷോൾഡേഴ്സ് ഒരല്പം നമ്മൾ മുന്നോട്ട്, നമ്മുടെ ചെസ്റ്റ് ഒരു അല്പം മുന്നോട്ട് നിന്നിട്ട് വലിച്ചാൽ ഒന്നുകൂടി നമുക്ക് എഫക്റ്റായിട്ട് ഫീൽ ചെയ്യും. അത് മിക്കവാറും ഞാൻ ലാസ്റ്റ് ഷോൾഡേഴ്സിൽ ലാസ്റ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ്. അതിങ്ങനെ മാറ്റി മാറ്റി ചെയ്യാറുണ്ട്. ഫ്രണ്ട് ബാക്ക് അങ്ങനെ മാറ്റി മാറ്റി ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ സംഘടനം കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.